നമസ്കാരം. ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്രാവശ്യം പുതിയൊരു ഫിഷിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഫൈറ്റർ ഫിഷ്. പാലക്കാട് ജില്ലയിലെ പുതുപ്പരിയാരത്തിനടുത്ത് ജിനേഷ് എന്ന കർഷകൻ തൻ്റെ ടൈലറിങ് യൂണിറ്റ്, റെഡിമെയ്ഡ് യൂണിറ്റ് ഉണ്ട്. അതിനോട് ചേർന്ന് ഈ ഫൈറ്റർ ഫിഷുകളെ ബ്രീഡ് ചെയ്യുകയും അവയെ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. വളരെ രസകരമായിട്ടുണ്ട് അത് ചെയ്തിരിക്കുന്നത് കാണാൻ. നമുക്ക് എന്തായാലും ജിനേഷേട്ടനെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങളെല്ലാവരും അപ്പോൾ വീഡിയോ കാണുക, എന്നിട്ട് നമ്മളോട് അഭിപ്രായം പറയാം. നമുക്ക് എന്തായാലും ജിനേഷേട്ടൻ്റെ ഈ മീനുകളെ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ ഷോപ്പും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഫൈറ്റർ ഫിഷ് മാത്രമാണോ അതോ മറ്റ് ഫിഷുകൾ ഏതെങ്കിലും, അതായത് തുടക്കകാലത്ത് ഏതൊക്കെ ഫിഷുകൾ ചെയ്തിട്ടുണ്ട്? അല്ല, നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ചില ഗപ്പി, മോളീസും അങ്ങനെ ഗോൾഡ് ഫിഷൊക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിലും ഫൈറ്റർ ഫിഷിനോട് നമുക്കൊരു പ്രത്യേക ഹരമാണ്. അതൊരു കാരണം വെച്ചാൽ ചെറുപ്പം മുതൽ അതിനോട് അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ അതിന് മറ്റുള്ള മീനുകൾ പോലെയല്ല. മറ്റുള്ള മീൻ വെച്ചാൽ നമുക്ക് എല്ലാം ഒപ്പം ഇട്ട് വളർത്താം, വലിയ മെയിൻ്റനൻസ് ഇല്ല. ഫൈറ്റർ എന്ന് പറഞ്ഞാൽ അതിന് കറക്റ്റ് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഇട്ടാണ് അതിന് വളർത്തുക. അപ്പോൾ അതിനോടുള്ളത് ശരിക്കും ഒരു ആനയൊക്കെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് ആനയുടെ തലയെടുപ്പ് ഒക്കെ ഒരു രസമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫൈറ്റർ ഫിഷ് അതിൻ്റെ ആ ടൈലും ഇതൊക്കെ ഒന്ന് നൂർത്തിങ്ങനെ നിൽക്കുക കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. തീർച്ചയായും അതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു 1.5 മാസം വരെ നമുക്കിത് വലിയ പ്രശ്നം വരില്ല. ബ്രീഡ് ചെയ്താൽ 1.5-2 മാസം വരെ. അത് കഴിഞ്ഞാൽ നമുക്ക് മെയിലുകളെ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാത്തിനും ഓരോ ബോട്ടിലേക്ക് ആക്കിയിട്ട് വേണം 1.5 മാസം മെയിലിനെ സെപ്പറേറ്റ് ചെയ്യാം. എല്ലാ മെയിലിനും ഓരോരോ ബോട്ടിൽ നമ്മൾ കറക്റ്റ് സെപ്പറേറ്റ് ചെയ്ത് അതിനെല്ലാം ഓരോ, കാരണം ഒരു ബ്രീഡിൽ ഏകദേശം നമുക്കൊരു 700-600-700ഓളം കുഞ്ഞുങ്ങൾ എല്ലാ ബ്രീഡിലും നമുക്ക് കിട്ടാറുണ്ട് ആ ബ്രീഡിൽ. അതെ. അപ്പോൾ അതെന്താ വെച്ചാൽ അതിൽ തന്നെ ഇപ്പോൾ ഒരു 100-400ഓളം മെയിൽ തന്നെ, ചിലപ്പോൾ 500 മെയിലുണ്ടാവും. ഈ 500 മെയിലിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് 500 ബോട്ടിലാക്കണം. ബോട്ടിലാക്കിയിട്ട് വേണം അതിന് സെപ്പറേറ്റ് രാവിലെയും വൈകിട്ടും ഫുഡ് കൊടുക്കണം. എല്ലാ ആഴ്ച അതിൻ്റെ വെള്ളം മാറ്റണം. കുഴപ്പമില്ല, ഫീമെയിൽ എല്ലാം ഒന്നിച്ചിന് ഇടാം, പ്രശ്നമില്ല. ഓക്കെ. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോണ ഫൈറ്റർ ഏതാണ്? ഇത് നമ്മൾ ചില ബിഗ് ഇയർ എന്ന് പറയും, എലിഫൻ്റ് ഇയർ. ബിഗ് ഇയർ എലിഫൻ്റ് ഇയർ എന്ന് പറയും, ബിഗ് ഇയർ എന്ന് പറയും. അതിൻ്റെ ബ്രീഡിംഗ് പെയറാണ്. ഇതാണ് ബ്രീഡിംഗ് പെയർ എന്ന് പറയുന്നത്. മെയിൽ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കറക്റ്റ് കണ്ടീഷൻ ചെയ്ത പെയറാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ബ്രീഡിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ള എഗ് ഇടും, അതിന് 2-ാമത്തെ ദിവസം വിരിയും ചെയ്യും, കുഞ്ഞ് വിരിയും. ഇതാണ് ബിഗ് ഇയർ എന്ന് പറയുന്നത്. അതെ, അത് മാർക്കറ്റ് നല്ല. ഇപ്പോൾ നമ്മൾ ബ്രീഡിംഗ് പെയർ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 600 രൂപയ്ക്കാണ്. ബ്രീഡിംഗ് പെയർ, അതായത് കണ്ടീഷൻ ചെയ്ത പെയർ. അതല്ലാതെ മെയിൽ ഫീമെയിൽ ഉണ്ട്. മെയിൽ 100 രൂപയ്ക്കും കൊടുക്കുന്നത്, ഫീമെയിൽ 50 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റ് ബ്രീഡിങ്ങിന് വേണ്ടി ചെയ്യുന്നവർക്ക് നമുക്ക് കറക്റ്റ് കണ്ടീഷൻ ചെയ്ത അത് നമ്മൾ സെപ്പറേറ്റ് കുറച്ച് കുഞ്ഞുങ്ങൾ എടുത്തിട്ട് നല്ല ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നതാണ്. അതെ. ഏകദേശം 5 ബ്രീഡ് ഇതാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നിലവിൽ ഇപ്പോൾ ഇവിടെ ഇല്ല. അതെ, ബിഗ് ഇയർ. ഇത് ബട്ടർഫ്ലൈ എന്ന് പറയും. ബട്ടർഫ്ലൈ അതിൻ്റെ നല്ല കണ്ടീഷൻ ചെയ്ത പെയറാണ്. ബ്രീഡിംഗ് പെയറാണ്. മെയിലും ഫീമെയിലും ഉണ്ട്. ഇത് ഇപ്പോൾ ഞാൻ ഇവിടെ ബ്രീഡിംഗ് പെയർ കൊടുക്കുന്നത് 400 രൂപയ്ക്കാണ്. അതെ, അല്ലാതെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ഉണ്ട്. 100 രൂപയ്ക്ക് മെയിൽ കൊടുക്കുന്നുണ്ട്, ഫീമെയിൽ 40 രൂപ റേഞ്ചിലൊക്കെ ഉണ്ട്. ഉണ്ട്. ബ്രീഡിംഗ് പെയർ എന്ന് പറയുമ്പോൾ നമ്മളത് സെപ്പറേറ്റ് കണ്ടീഷൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാരണം ചിലവ് കൂടുതലാണ് വരുന്നത് ഈ കണ്ടീഷൻ ചെയ്യുമ്പോഴേ. ഇതെന്ന് പറയുന്നത് വൈറ്റാണ്. വൈറ്റ് ഓവർ ഹാഫ് മൂൺ എന്ന് പറയും, OHM. അതെ. ഇത് മീഡിയം സൈസാണ്. കാരണം വൈറ്റ് വളരെ റെയറായിട്ടാണ് ചെയ്യുന്നത് ആളുകൾ. വൈറ്റ് കാരണം വെച്ചാൽ അധികം ഈ പ്രതിരോധ ശേഷി കുറവാണെന്നൊക്കെയാണ് പറയുന്നത്. വൈറ്റും ബ്ലാക്കും പെട്ടെന്ന് ചത്തുപോകുന്നു അങ്ങനെ. പക്ഷേ എനിക്കിതുവരെ ഇപ്പോൾ ഈ സാധനം നമ്മൾ ബ്രീഡ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 700ഓളം കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ ഇവിടെ. അതെ, ഒരു 40ഓളം ബ്രീഡിംഗ് പെയറുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സെയിലിന് വേണ്ടിയിട്ട്. ബ്രീഡിംഗ് പെയറുകൾ
ഇതിനെന്ത് വില വരുന്നുണ്ട്? ശരിക്കും പേര് ഞാൻ ഇത് വാങ്ങിച്ച് 2000 രൂപയ്ക്കാണ് ഒരു പേര് വാങ്ങിച്ചത്. ബ്രീഡിംഗ് പേര് വാങ്ങിച്ചത് 2000 രൂപയ്ക്കാണ്. അപ്പോൾ ഇപ്പോൾ അതിന് ഞാനിവിടെ സെയിൽ ചെയ്യുന്നത് വെച്ചാൽ 400, 500 അങ്ങനെ ആ റേഞ്ചിൽ തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ നിറയുന്നുണ്ട്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വില കൂടിയത് ഇതാണോ? ഞാൻ വാങ്ങിച്ചതിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഇതാണ്. അതെ, ഇതിലും വില കൂടിയതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയതിൽ ഞാൻ പേര് വാങ്ങിച്ചതിൽ ഏറ്റവും റേറ്റ് കൂടുതൽ ഈ സംഭവമാണ് വൈറ്റ്. ഇത് നമ്മൾ സോളിഡ് ബ്ലൂ എന്ന് പറയും. ഫുൾ ബ്ലൂ. സോളിഡ് ബ്ലൂ. അതെ, റോയൽ ബ്ലൂ ആണ് കളർ. ഫുൾ മൂൺ സോളിഡ് ബ്ലൂ. ഇത് നോർമൽ എല്ലാ ഷോപ്പുകളിലും ഏറ്റവും നന്നായി പോകുന്ന ഐറ്റമാണ്. കൂടുതൽ ഏറ്റവും റിക്വയർമെന്റ് വരുന്ന പീസാണ് ഈ ബ്ലൂ. ഫുൾ ബ്ലൂ എന്ന് പറയും. സോളിഡ് ബ്ലൂ. അതെ അതെ. ഇതിന്റെ റേറ്റ് എന്താണ് പേരിന്? ഇത് ഞാൻ ഇവിടെ സെയിൽ ചെയ്യുന്ന പേരിന് 500 രൂപയ്ക്കാണ് ബ്രീഡിംഗ് പേര്. അല്ലാതെ നമ്മൾ ഇവിടെ ഷോപ്പിൽ വിൽക്കുന്ന 100 രൂപയ്ക്ക് മെയിലും ഫീമെയിൽ 50 രൂപയ്ക്ക്. അതെ. സോളിഡ് ബ്ലൂ. അതെ, 500 രൂപ പേരിന്. അതെ, ബ്രീഡിംഗ് പേര്. ഏറ്റവും കൂടുതൽ സെയിലാവുന്ന ഒരു കളറാണ് ഈ ഫുൾ ബ്ലൂ. ഇത് നമ്മൾ ഏതാണ് പരിചയപ്പെടാൻ പോണേ? ഇത് നമ്മൾ റെഡ് ഡ്രാഗൺ എന്ന് പറയും. ഹാഫ് മൂണാണ്. ബോഡി വൈറ്റ് ആയിട്ട് വരും. അതിൻ്റെ ടൈലും ഈ സംഭവം മാത്രം റെഡ് ആയിട്ട് വരുന്നത്. അതെ അതെ, റെഡ് ഡ്രാഗൺ ഹാഫ് മൂൺ. അതെ, ഇത് ഹാഫ് മൂണാണ്. ഇതെന്താണ് ജോഡി വില? ഇത് നമ്മളിവിടെ ഞാൻ പെയർ കൊടുക്കുന്നത് 350 രൂപയ്ക്കാണ്. 350 രൂപ ഹാഫ് മൂൺ ആയതുകൊണ്ട്. അതെ. ഇനി നമ്മളേതാണ് പരിചയപ്പെടാൻ പോണേ? ഇതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെ ഒരു ചെറിയൊരു പരീക്ഷണം നടത്തി കിട്ടിയതാണ്. ഒരു ഫാൻസി മോഡലാണ്. ഫാൻസി കോയി എന്നൊക്കെ പറയും ചിലപ്പോൾ ഇതിനെ. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ അതെ 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 മെയില് നമ്മൾ മെയിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ചത് നമ്മൾ ഫുൾ മൂണിൻ്റെ ബ്ലൂ കാണിച്ചു. സോളിഡ് ബ്ലൂ. ആ ബ്ലൂവും അതേപോലെ വൈറ്റ് ഒരു ഫീമെയിൽ കാണിച്ചില്ലേ, അതിന് തന്നെ വേറൊരു വൈറ്റ് ഫീമെയിൽ ഉണ്ട്. അതും കൂടി ഒരു നമ്മൾ ക്രോസ് ചെയ്ത് കിട്ടിയ ബ്രീഡാണ്. ബ്രീഡ്. അതെ അതെ അതെ. അതിൽ കുറേ വെറൈറ്റീസ് കിട്ടിയിട്ടുണ്ട്. ഫുൾ ഒരു ഹാഫ് ഭാഗം വൈറ്റും ബാക്കി ഫുൾ ഈ ടൈല് മൊത്തം ബ്ലൂ അങ്ങനെയൊക്കെ വെറൈറ്റി ഒക്കെ നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ വേഗം സെയിലായി പോയി. അതെ, അത് ഇത് നന്നായി പോയി. ഇത് പിന്നെ വളരെ കുറച്ചേ ഉള്ളൂ. ഇതൊരു 1000-600 പീസ് ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ നോർമലി ഫുൾ മൂണിൻ്റെ റേറ്റിന് ഇട്ടിട്ടുണ്ട്. നമ്മൾ പേര് 400 രൂപ ആ റേഞ്ചിൽ ഇട്ടിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, പക്ഷേ ഇത് പെട്ടെന്ന് സെയിലായി. ഏകദേശം വലുതാവുന്നതിന് മുമ്പ് തന്നെ അത് മൊത്തത്തിൽ വേഗം നമുക്ക് വിറ്റുപോയി സംഭവം. ഇനിയിപ്പോൾ 2-3 പേരേ ഉള്ളൂ. അത് ഞാൻ പിന്നെ കൊടുക്കാതെ മാറ്റി വെച്ചിരിക്കുന്നു. ദിനേശേട്ടാ, നമ്മൾ സാധാരണ ഈ ഓർണമെന്റൽ ഫിഷിന് വളരെ പെട്ടെന്ന് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അസുഖങ്ങൾ വരാറുണ്ട്. നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പലതും സംഭവിക്കാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഇത്രയും കൂടുതലായിട്ട് വളർത്തുമ്പോഴേ ഇതൊക്കെ എന്ത് അസുഖമാണ് സാധാരണ കാണപ്പെടാറ് ഈ ഇതിന് ഫൈറ്റർ ഫൈറ്റർ ഫിഷിന്? അതായത് നമ്മൾ അങ്ങനെ അസുഖമൊന്നും അധികം വരാറില്ലെങ്കിലും സാധാരണ വരുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ. ഇതിപ്പോൾ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന കാരണം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിഷാണ്. ഇപ്പോൾ ഏകദേശം 2 ദിവസം ഇപ്പോൾ ആൾ ഉഷാറായി. കാരണം ഏകദേശം ചത്തുവെന്നുള്ള ഘട്ടത്തിലുണ്ടായിരുന്ന ഫിഷാണ്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്. ആദ്യം നമുക്ക് വേണ്ടത് നല്ല ശുദ്ധമായ വെള്ളം. ഇതിൻ്റെ നമുക്ക് ശരിക്കും വേണ്ടത് ഒരു മീനിന് ഏകദേശം മുങ്ങിക്കിടക്കാൻ പറ്റുന്ന അത്ര ഒരുപാട് ഹൈറ്റിൽ. കാരണം വയ്യാതാകുമ്പോൾ ഇതുകൾക്ക് സ്വിം ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രെസ് വരും. അപ്പോൾ വെച്ചാൽ നമുക്ക് അത്രയും വെള്ളം മതി. ഈ ഒരു എത്ര വെള്ളം മതി, അതിന് കിടക്കാൻ പറ്റുന്ന വെള്ളം. ഇനി നമുക്ക് മീനിനെ അതിലേക്ക് പിടിച്ചിടാം. ഈ ഫിഷ് എന്ന് പറഞ്ഞാൽ ഫംഗൽ വന്ന് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാണ്. നമ്മൾ 2 ദിവസമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മീനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഈ മീൻ അതിലിട്ട ശേഷം ഇനി നമുക്ക് വേണ്ടത് കല്ലുപ്പാണ്. അത് സാധാരണ കല്ലുപ്പ്, നമ്മൾ അയഡൈസ്ഡ് അല്ലാതെ നമ്മൾ കടകളിലൊക്കെ വാങ്ങി കിട്ടുന്ന സാധാരണ 6 രൂപ ഒരു പാക്കറ്റ് വിലയുള്ളൂ. ഇത് നമ്മൾ ഒരു ടീസ്പൂൺ വരുന്ന രീതിയിൽ നമ്മൾ ഇതിലേക്ക് ഇടുന്നു. 1 ടീസ്പൂൺ കല്ലുപ്പ് നമ്മൾ ഇതിലിട്ടു. പിന്നെ നമുക്ക് വേണ്ടത് അടുത്ത പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ബദാം ലീഫാണ്. ഇന്ത്യൻ ആൽമണ്ട് ലീഫ് എന്ന് പറയും. ഈ സാധനത്തിൻ്റെ ഇതിൻ്റെ ഈ ഉള്ളിലുള്ള എസൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗൽ ആൻറ്റി ഫംഗൽ സംഭവമാണ് ഇതിലുള്ളത്. ഇല്ലല്ല, ഉണങ്ങിയത് വരണം. നല്ല ഉണങ്ങിയത് നമ്മൾ കഴുകി വൃത്തി, കാരണം അതിൽ പൊടിയൊക്കെ ഉണ്ടാവും. നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ഒരു കഷ്ണം നമ്മൾ ഇതേപോലെ കീറിയിട്ട് ഇതിൽ വെറുതെ ഇട്ട് വെച്ചാൽ മതി. ഈ സംഭവം ഇങ്ങനെ ഇട്ടാൽ മതി. അല്ലല്ല, എല്ലാ ഫിഷുകൾക്കും ഈ സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഈ ബദാം ലീഫിൻ്റെ ഗുണം അത്രയും വലുതാണ്.
ഓ അത് ശരി. അതെ, ഇത് വെച്ചാൽ മുറിവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അതെ അതെ, പെട്ടെന്ന് ഹീലായി പോകും. നമുക്ക് എന്തെങ്കിലും ഫൈറ്റർ നമ്മൾ ബ്രീഡിങ് കഴിഞ്ഞാലും ഈ ഫീമെയിൽ ഫൈറ്ററിനൊക്കെ ചിലപ്പോൾ മെയിൽ ഫൈറ്റർ നമുക്ക് കടിച്ചിട്ടൊക്കെ മുറി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുക. ഒറ്റ ദിവസം കൊണ്ട് മുറി ഉണങ്ങിപ്പോകും. ഇലയും നമ്മൾ വെള്ളവും മാറ്റും, ഈ ഇലയും മാറ്റിയിട്ട് വീണ്ടും ഇതുപോലെ ഒരു നമ്മൾ 5 ദിവസം കണ്ടിന്യൂസ് ആയി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഉപ്പ് കിടക്കുമ്പോഴേ ഇത് മീനിന് പ്രശ്നമില്ല. ഇല്ല പ്രശ്നം വരില്ല. ഇല്ല, ഒരു പ്രശ്നം വരില്ല. ഇല്ല, ചില ഫംഗൽ ഉള്ള മീനുകൾക്ക് വേറെ രക്ഷയില്ല. ഫംഗൽ പോകുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഫുഡ് മീനുകൾക്ക്, പെറ്റ മീനുകൾക്ക് ഫുഡ് കൊടുക്കുന്ന രീതി എങ്ങനെയാണ്? ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ ലൈഫ് ഫുഡ് തന്നെയാണ് കൊടുക്കാറ്. ലൈഫ് ഫുഡ് അതായത് നമ്മൾ ആർട്ടിമിയ, ഈ സംഭവമാണ് ആർട്ടിമിയ. ഇത് നമ്മൾ നോർമൽ ഇന്ത്യൻ ആർട്ടിമിയും കിട്ടും, 200 രൂപയൊക്കെ വരുള്ളൂ 100 ഗ്രാമിന്. ഇത് നമ്മൾ OS ആർട്ടിമിയാണ്. OS ആർട്ടിമിയ ഇത് നമുക്ക് ഒരു 100 ഗ്രാമിന് 1200 രൂപയോളം വില വരുന്നുണ്ട്. 100 ഗ്രാമിന് 1200. അതെ അതെ, OS ആർട്ടിമിയ ഇത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് വളർച്ച, ക്വാളിറ്റിയും ആ വളർച്ച ആ രീതിയിൽ എത്തുള്ളൂ, ആ ടൈമിലുള്ള വളർച്ച. ഇത് വെച്ചാൽ 24 മണിക്കൂറാണ് നമ്മൾ പറയുന്നത്. അതെ, ഇത് കറക്റ്റ് നമ്മൾ എങ്ങനെ വെച്ചാൽ ഇത് ഹാച്ച് ചെയ്യുന്ന രീതി വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ ഈ സംഭവം ഇട്ടിട്ട് കുറച്ച് കല്ലുപ്പിട്ട് എയറേഷൻ കൊടുക്കണം. എയറേഷൻ കൊടുക്കുമ്പോഴാണ് ഇത് വിരിയുക. അതെ അതെ, അപ്പോൾ വിരിഞ്ഞപ്പോൾ 24 മണിക്കൂർ ഇപ്പം നമ്മൾ നാളേക്ക് കൊടുക്കാൻ നമ്മൾ ഇന്ന് തന്നെ ഇടും. അത് ഇവർക്ക് കൊടുക്കുമ്പോൾ അതിന് അളവുണ്ടോ? അതായത് ഇവർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും അളവിനനുസരിച്ചാണ്? അത് തന്നെയാണ്. വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബാച്ച് നമുക്ക് ഒരു 500 കുഞ്ഞ് ഉണ്ടെന്ന് വയ്ക്കാം. 500 കുഞ്ഞുങ്ങൾ, 500 കുഞ്ഞാണ് നമുക്കൊരു ബാച്ചിൽ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 500 കുഞ്ഞിന് വേണ്ടി നമുക്കിതൊരു 1 ടീസ്പൂൺ മതി. 500 കുഞ്ഞുങ്ങൾക്ക് 1 ടീസ്പൂൺ മതി. ഇത് 1 ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ആ 500 കുഞ്ഞുങ്ങളുടെ ഫുഡ് ഇതിന്ന് കിട്ടും. ഇത് വിരിയുമ്പോൾ കിട്ടും. അതങ്ങനെയാണ്. അതെ, പിന്നെ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ കുറച്ച് അതൊരു ആദ്യത്തെ ഒരു 10-15 ദിവസം നമ്മൾ കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ OS ആർട്ടിമിയ തന്നെയാണ് കൊടുക്കുക. ഫസ്റ്റത്തെ ഒരു 15 ദിവസം. അത് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഈ നമ്മൾ ഫ്രോസൺ ആർട്ടിമിയ എന്ന് പറയും. അതെ, ഈ ആർട്ടിമിയ തന്നെ ഇത് തന്നെ ഫ്രോസൺ ആർട്ടിമിയ. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചാണ്. ഇതെപ്പോഴും ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുന്നത് ഈ സാധനം. അതെ, ഞാൻ ഫ്രീസറിന് എടുത്താണ് നമ്മൾ ഈ ഐസും വെള്ളം പോലെ കാണുന്നത്. ഇതെങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു കഷ്ണം നമുക്ക് പൊട്ടിക്കണം. ഇത് നമ്മൾ ഇതേപോലെ ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് ഇതിപ്പോൾ ഒരു ചെറിയ കഷ്ണം ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു. ഇത് നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടു. ഇട്ട് നമ്മളിതിന് വെള്ളം ഒഴിച്ചു. സാധാ നല്ല വെള്ളം ഒഴിച്ച് വെച്ചു. ഇനി നമ്മളിതൊരു ശരിക്കും നമ്മൾ ഒരു അരമണിക്കൂർ ഇതിൽ വെള്ളത്തിൽ വെക്കണം. ഇതിപ്പോൾ നമ്മളൊരു 5 മിനിറ്റുള്ള ഈ സംഭവം നമുക്ക് ആദ്യം ഇതിൽ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അരമണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് ഇത് നമ്മൾ 2-3 പ്രാവശ്യം ഇത് വാഷ് ചെയ്യണം. അപ്പോഴേക്ക് കട്ട അലിയില്ലേ? അലിയും. ഇതിപ്പോൾ നമ്മളൊരു 5 മിനിറ്റിൽ അലിയും. അലിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം താഴെ വന്ന് കിടക്കും. ഈ അലിഞ്ഞ് മൊത്തം താഴെ വന്ന് വെള്ളം മേലെ ഫ്ലോട്ടായി കിടക്കും. അപ്പോൾ ഈ വെള്ളം നമ്മൾ പതുക്കെ ഊറ്റി കളയുന്നു, വീണ്ടും അടുത്ത വെള്ളം ഒഴിക്കണം. അങ്ങനെ ഒരു 4-5 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്തിട്ട് വേണം ഈ സാധനം കൊടുക്കണമെങ്കിൽ. അതെ, അപ്പോഴാണ് അതിൽ കെമിക്കലൊക്കെ ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് തരുന്നത്. അതെ, ഒരു മീനിന് നമുക്ക് ഒരു നുള്ള്, അതായത് ഒരു 4-5 ആർട്ടിമിയ കിട്ടുന്ന പോലെ. ഇത് നമ്മൾ കുന്നംകുളത്ത് ഒരാളാണ് ഇതിന്റെ സപ്ലൈ ചെയ്യുന്നത്. കുറേ സ്ഥലത്ത് കിട്ടുന്ന. അതെ, നമ്മളവർ വിളിച്ചാലും അവർ നമുക്ക് അത് കറക്റ്റ് ഐസ് ബോക്സിലാക്കിയിട്ട് അതെ കൊറിയർ അയക്കുകയത് ചെയ്യും. അത് ഐസ് ബോക്സിലാക്കിയിട്ട് നമ്മളത് കൊണ്ടുവന്ന് ഫ്രീസറിൽ വെക്കണം, കൊടുക്കുന്നു. അങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഇത് നമ്മൾ രാവിലെയും വൈകിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെയും വൈകിട്ട് ഇത് തന്നെയാണ് നമ്മൾ കുട്ടികൾ 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതെ, രാവിലെയും വൈകിട്ട്. അതെ, എത്ര സമയം ഫീഡ് ചെയ്യണം? ഞാൻ രാവിലെയും വൈകിട്ട് 2 നേരം ഫീഡ്. 2 നേരം. അതെ അതെ. ഇപ്പം ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിൽ ശരിക്കും ആർട്ടിമിയുടെ വലിയ ആർട്ടിമികളാണ്. അതെ, ഈ കാണുന്ന മുഴുവൻ ആർട്ടിമികളാണ്. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ കുറച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ മൊത്തം താഴെ വന്ന് കിടക്കും. ഇപ്പം തന്നെ ഏകദേശം എല്ലാം താഴത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ ഈ അലിയിച്ച് കളയുന്നൊക്കെ ഐസ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തം താഴെ വന്ന് കിടക്കും. അതെ അതെ. ഈ ഒരു പാക്കറ്റ് ആർട്ടിമിയ കൊണ്ടേ എത്ര ദിവസം ഫീഡ് ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ നമുക്ക് ഒരു ബാച്ചിന് നമുക്ക് ഏകദേശം ഒരു 2 മാസത്തോളം കൊടുക്കാനുള്ള കവർ പൊട്ടിച്ചാലും ഇത് ഇതേപോലെ കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ചാൽ മതി. അതെ, മതി. പിന്നെ ഫ്രോസൺ ആർട്ടിമിയ അല്ലാതെ നമ്മൾ പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞ് ഒരു 2 മാസം ആയി കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഒരു നേരം രാവിലെ ഫ്രോസൺ ആർട്ടിമിയും വൈകിട്ട് പെല്ലറ്റ് ഫുഡിലേക്ക് കിടക്കും. നമ്മൾ പെല്ലറ്റ് ഫുഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നമ്മൾ ഈ ഒപ്റ്റീമിയാണ്. അതെ, ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 40 രൂപയ്ക്കാണ് നമുക്ക് മാർക്കറ്റിൽ. അല്ലല്ല, മുതിർന്നത്. അതായത് 2 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. 2 മാസം കഴിഞ്ഞ്. അതെ, കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ ആർട്ടിമിയ പോലുള്ള സാധനങ്ങൾ നമ്മൾ ലൈഫ് ഫുഡുകൾ ഒരു നേരം ഈ 2 നേരം ഈ ആർട്ടിമിയ കൊടുക്കുമ്പോൾ പിന്നെ നിങ്ങൾ ഹാച്ച് ചെയ്യുന്നുണ്ടല്ലോ, മറ്റേ ഹാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏത് സമയത്താണ് കൊടുക്കുക?
ഇത് ഫുഡ് കൊടുക്കുന്നതാ. ഞാൻ വെച്ചാൽ ലൈവ് ഫുഡ് ഞാൻ എപ്പോഴും കൊടുക്കുന്നത് രാത്രി തന്നെയാണ്. രാത്രിയാണ്, വൈകിട്ട്. രാവിലെ പെല്ലറ്റ് ഫുഡ്, രാവിലെ പെല്ലറ്റ് ഫുഡും കൊടുക്കും. വേറെ ഏതെങ്കിലും ഫുഡ് നിങ്ങൾ ഇതിന്റെ കൂടെ? പിന്നെ നമ്മൾ ഈ പെല്ലറ്റ് ഫുഡ് അതല്ലാതെ നമ്മൾ ജെന്നിലോ എന്ന് പറഞ്ഞിട്ട് സാധനം, ജെന്നിലോ. അതെ, ഇത് വന്നിട്ട് മൈക്രോ പെല്ലറ്റ്സ് എന്ന് പറയും. ഇത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു സാധനം. കുട്ടികൾക്ക് കഴിക്കാൻ പറ്റും. അതെ. ഇത് വെച്ചാൽ നല്ല പ്രോട്ടീനുള്ള ഫുഡാണ്. ഇത് ഫൈറ്റർ ഫുഡ് മാത്രമാണ്? അല്ല, മറ്റു മീനുകൾക്ക് കോമൺ ആയിട്ടുള്ള എല്ലാ മീനുകൾക്കും കൊടുക്കാം. ഗപ്പികൾക്കൊക്കെ ഗപ്പി, ഏഞ്ചൽ പോലുള്ള ടെട്രാസ് അതുപോലെ മീനുകളൊക്കെ നല്ല, കാരണം നല്ല കളറും ഒക്കെ വെക്കും ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നതേ അതെ മീനുകൾ പെയറിംഗ് ബ്രീഡ് കൊടുക്കുമ്പോൾ കണ്ടീഷൻ ചെയ്തിട്ടാണോ? കണ്ടീഷൻ ചെയ്തിട്ടാണ്. അതെങ്ങനെ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന രീതി എന്താണ്? ആ പ്രോസസ് എങ്ങനെയാണ്? അത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ കുഞ്ഞ് വിരിഞ്ഞ നമ്മളൊരു 1 മാസം ആയതിനു ശേഷം കുറച്ച് മീനുകൾ നമ്മൾ മെയിലും ഫീമെയിലും നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റും. ഒരു 10, 600, 700 കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മളതിലൊരു 30, 40 എണ്ണം നമ്മൾ പെയറായിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ അത് എങ്ങനെയാ വെച്ചാൽ കണ്ടീഷൻ എങ്ങനെ വെച്ചാൽ അതിനെ മാത്രം നമ്മൾ കറക്റ്റ് 1 മാസം ആകുമ്പോൾ തന്നെ നമ്മൾ ബോട്ടിലേക്കാണ്. ബോട്ടിലേയും മെയിലിനെയും ബോട്ടിലേക്ക് മാറ്റും, സെപ്പറേറ്റ് ആക്കും. മറ്റേതെന്ന് വെച്ചാൽ ഫീമെയിൽ എല്ലാം ഒന്നിച്ച് തന്നെ വളർത്തുക. ഇതെങ്ങനെ വെച്ചാൽ നമ്മൾ കണ്ടീഷൻ ചെയ്യാനും സെലക്ട് ചെയ്ത ഫീമെയിലുകളെ നമ്മൾ ബോട്ടിൽ ചെയ്യും. മെയിലും ഫീമെയിലും എല്ലാം സെപ്പറേറ്റ് ബോട്ടിൽ ചെയ്യും. ബോട്ടിൽ ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ലൈവ് ഫുഡ് മാത്രമേ കൊടുക്കൂ. ലൈവ് ഫുഡ് മാത്രം, പ്രോസനം കൊടുക്കില്ല, പെല്ലറ്റ് ഒന്നും കൊടുക്കില്ല. ഈ നമ്മൾ OSRTV മാത്രം, അത് മാത്രം കൊടുത്താണ് നമ്മൾ ശരിക്കും ആ ഒരു 3 മാസം. അതെ. അപ്പോൾ വെച്ചാൽ ആ പേരുകൾക്കുള്ള ഗുണമെന്ന് വെച്ചാൽ അതിലുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ക്വാളിറ്റി നമ്മളത് രണ്ടും നമ്മൾ മാറ്റി ബ്രീഡ് ചെയ്ത് നോക്കിയാൽ അറിയാം. നോർമലി ഒരു ഫീമെയിലും പിന്നെ കണ്ടീഷൻ ചെയ്ത ഒരു മെയിലും ഫീമെയിലും കൂടി ബ്രീഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, അതിൻ്റെ കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റി, അതിൻ്റെ എണ്ണം, അതിൻ്റെ എഗ്ഗ് ഉണ്ടാകുന്ന എണ്ണം. മറ്റേത് നോർമലി നമ്മൾ കിട്ടുന്ന സമയത്ത് ഒരു 50, 60 കുഞ്ഞുങ്ങളുണ്ടാവും. നമ്മൾ കണ്ടീഷൻ ചെയ്ത പേരുകളിലാണ് ഈ 600, 700, ചില 900 വരെ കുഞ്ഞുങ്ങൾ കിട്ടുന്നത്. അതെ. അപ്പോൾ അതിന് നമ്മൾക്ക് വെച്ചാൽ എക്സ്പെൻസ് കൂടുതലാണ് നമ്മൾ കണ്ടീഷൻ ചെയ്യുന്ന പേരുകൾ. എന്നുവെച്ചാൽ ഈ OSRTV പറയുന്നത് നേരത്തെ പറയും 1100-200 രൂപയോളം നമുക്ക് 100 ഗ്രാമിന് വരുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് നമ്മൾ ഈ പേരുകൾക്ക് കൊടുക്കുന്നത്. അതെ. ഇതിപ്പോൾ എൻ്റെ ബ്രീഡിങ്ങിൻ്റെ രീതി, നമ്മളെങ്ങനെ അത് ബ്രീഡ് ചെയ്യുന്നുള്ള സെറ്റപ്പ്. ഇപ്പോൾ നമ്മൾ വെച്ചാൽ നമ്മൾ ബ്രീഡിങ് ഞാൻ തന്നെ ചെയ്ത ബ്രീഡിംഗ് ബോക്സാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചാണ് ഈ ബോക്സ്. പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ബോക്സാണ്. അപ്പോൾ ഇതൊരു 60 രൂപ 70 രൂപ എന്തോ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് മതി നമുക്ക് കറക്റ്റ് ബ്രീഡിങ്ങിനുള്ളത്. ഇതിന് നമ്മൾ മേൽഭാഗം വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ നെറ്റ് വെച്ചിട്ട് അതല്ലേ വല വെച്ച് ഒട്ടിച്ചിരിക്കണം. അപ്പോൾ ഇതാകുമ്പോൾ വെച്ചാൽ നമുക്ക് അടച്ചു വെക്കാം. ഇതിങ്ങനെ അതെ. എന്നിട്ട് കറക്റ്റ് അത് ഉദ്ദേശം വെച്ചാൽ നമുക്ക് രാത്രി നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇത് കറക്റ്റ് പ്രസ് ചെയ്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വേറെ ജീവികളിപ്പോൾ വല്ല പട്ടിയോ പൂജയിലെ ഇതിനുള്ളിൽ കൂടി എലികളും വലിയ ഒരു പട്ടി ഒരു പ്രാവശ്യം ഇതിൽ കൂടി ചാടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മീനുകളൊക്കെ അതേപോലെ താഴെ വീണു. നിങ്ങൾ ബട്ടൺ വാങ്ങിക്കുന്ന ഇതാണോ, പാത്രമാണോ? അല്ല, ബട്ടൺ വാങ്ങിക്കുന്നല്ല. ബട്ടൺ വാങ്ങിക്കുന്ന ഇതേപോലെ തന്നെ ചെറിയ ബോക്സാണ് വരിക. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും? ഇത് ഞാൻ പാലക്കാട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. പ്ലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ മറ്റേ ഇതുണ്ടോ മെയിൻ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മറ്റേ ഫാൻസി നേരത്തെ ഉണ്ടായില്ലേ? അതെ, മെയിലും ഫീമെയിലും. അതെ. ഇതിപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇട്ടതാണ് ഞാൻ. ഇതാണോ? അത് വന്നിട്ട് നമ്മൾ ബബിൾസ് ഇടുന്നത്. നമ്മൾ ഈ ബ്രീഡിങ്ങിന് ഇടുന്ന സമയത്ത് ഈ ഗ്ലാസ്സിൽ അപ്പോൾ ഇതുപോലെ ഫീമെയിലിനെ നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിൽ ഇട്ട് വയ്ക്കും. എന്നിട്ട് ഈ ബ്രീഡിംഗ് ബോക്സിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് ഇതുപോലെ ഫീമെയിലിനെ ഇറക്കി വയ്ക്കും. മെയിലിനെ നമ്മൾ ഉള്ളിൽ ഓൾറെഡി വിടും. എന്നിട്ട് കുറച്ച് കല്ലുപ്പ്, പിന്നെ നമ്മൾ നേരത്തെ അതേപോലെ പറഞ്ഞ ഈ ബദാം ലീഫ്, ഈ സംഭവം ഒരു കഷ്ണം അതിലിട്ട് വയ്ക്കും. അതെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുണ്ടാകുമ്പോഴേക്കും ഇതിൽ ഫംഗലും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഓൾറെഡി വെക്കുന്നത്. അപ്പോൾ ഈ ബബിൾസ് ഇട്ടിരിക്കുന്നത് ഇതാണ് ബബിൾ നെസ്റ്റ്. അത് നിങ്ങൾ ഇട്ടതാണ്? അല്ലല്ല, അത് നമ്മൾ ഈ ഇതിൻ്റെ മെയിൽ ഫിഷ് ഓൾറെഡി ചെയ്യുന്നതാണ്. മെയിൽ ഫിഷ് ഇതേപോലെ നമ്മൾ ബ്രീഡിങ്ങിന് സജ്ജമായി എന്നുള്ളതിന് തെളിവാണ് ഈ ബബിൾ നെസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഈ ഫീമെയിൽ എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ ഈ ബബിൾ നെസ്റ്റിലാണ് ഈ എഗ്ഗുകൾ മുഴുവൻ കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. അടുത്ത ദിവസം നമ്മൾ ഒരുമിച്ചിടും. ഒരുമിച്ചിട്ട് ഏകദേശം വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊക്കെ തന്നെ ഏകദേശം എഗ്ഗ് എല്ലാം ഇട്ട് കഴിയും. ഇത് പെട്ടെന്ന് വിട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടി ഫൈറ്റ് ആവും. അപ്പോൾ ഒന്ന് പരിചയമാവാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം അങ്ങനെ വിടുന്നത്, ഒന്ന് ഇണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് എഗ്ഗ് മുഴുവനും നമ്മൾ ഈ ബബിൾസിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കറക്റ്റ് ഇങ്ങനെ റവ പോലെ ചെറിയ വെള്ള തരി പോലെ നിറയുണ്ടാവും. അങ്ങനെയാണ് ഈ സംഭവം. അപ്പോൾ ഇത് ആ എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫീമെയിൽ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിട്ട് ഇങ്ങനെ നിൽക്കുക കാണാം. ആ സമയത്ത് നമ്മൾ ഫീമെയിലിനെ മാറ്റിയിടണം. പിന്നെ മെയിലാണ് ഈ എഗ്ഗ് കെയർ ചെയ്യുന്നതും കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നതൊക്കെ മെയിലാണ്. അതെ, ഈ ബബിൾ നെസ്റ്റ് ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടി പോകുമ്പോൾ ഈ എഗ്ഗ് താഴെ വീഴും. അപ്പോൾ വീണ്ടും അതിനെ എഗ്ഗ് കൊണ്ടുപോയിട്ട് ഈ മെയിൽ അതിൽ വയ്ക്കും.
കാരണം ഫീമെയിൽ ചിലപ്പോൾ എഗ്ഗ് കഴിക്കാൻ സാധ്യതയുണ്ട്, മെയിൽ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ മെയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെയിൽ. അതിന് 2-ാമത്തെ ദിവസം ഈ കുഞ്ഞുങ്ങളൊക്കെ വിരിയും ചെയ്യും. 2 ദിവസം കൊണ്ട് വരും? 2 ദിവസം കൊണ്ട് വരും. 2 ദിവസം കൊണ്ട് വരും. 3 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ഫ്രീസിയുമായി തുടങ്ങും. ഫ്രീസിയുമായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മെയിലിൽ മാറ്റണം. പിന്നെ മെയിലിന് ഫുഡിന് ഇതേപോലെ നമുക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ട അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിന് നമുക്ക് ഏകദേശം ഫുഡൊന്നും വേണ്ട കുഞ്ഞുങ്ങൾക്ക്. അതിന് കാരണം വെച്ചാൽ അതിൻ്റെ എഗ്ഗിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ താഴെ എഗ്ഗിലൊരു സംഭവം ഉണ്ടാകും. അത് തന്നെ അത് കഴിച്ചിട്ട് 3 ദിവസം അങ്ങനെ ഭക്ഷണം ആവശ്യമുള്ളതൊക്കെ അതിൽ തന്നെ കിട്ടും. ഇതെന്താണ് ഈ ഇരിക്കുന്നതൊക്കെ? ഇത് നമ്മൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ കുറച്ച് പേരുള്ള മെയിലുകൾ സെലക്ട് ചെയ്ത് വെച്ചാണ്. ഇതിൽ നിങ്ങൾ നേരിട്ട് ഫുഡ് കൊടുക്കാറുണ്ടോ? ഇതിൽ തന്നെ നമ്മൾ ഈ ഹോളിൽ കൂടി അഴിക്കൊന്നുമില്ല, ഈ ഹോളിൽ കൂടി അങ്ങനെ ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യും. അതെ, ഇപ്പൊ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം. ഇത് നമ്മൾ ഒരു മാസം ഞാൻ സാധാരണ ഞാൻ പറയില്ല 5 എണ്ണമാണ് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കുക. ആ 5 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഞാൻ ഇതും തന്നെയാണ് ബ്രീഡിങ്ങിന് ഇട്ടിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ ഒരു ബോക്സ് എൻ്റെ 5 ബോക്സാണ് ഉള്ളത്. അപ്പോൾ ഒരു ബോക്സിൽ ഓൾറെഡി ഞാൻ 2 ദിവസം മുമ്പ് ഇതെല്ലാം ഇട്ട് കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. ഉണ്ട്. കാണാം. അതൊരു ഏകദേശം ഒരു 3 ദിവസമായി ഇപ്പോൾ ഏകദേശം വിരിഞ്ഞിട്ട് ഫ്രീസിയുമായി തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ. നല്ല സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതിലൊരു 600-700ഓളം കുഞ്ഞുങ്ങൾ ഏകദേശം ഉണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ. അതെ, നമ്മളിപ്പോൾ ഗപ്പിയൊക്കെ ആണെങ്കിൽ ഇതിലും വലിയ കുഞ്ഞുങ്ങളാണ്. അതിപ്പോൾ നിങ്ങൾക്കും കാണുന്നുണ്ട്. ഇതാണ് കുഞ്ഞുങ്ങൾ, അത്രയും ചെറുതാണത്. ഇതിപ്പോൾ എത്ര ദിവസമായിട്ടുണ്ട്? ഇതിപ്പോൾ ഇന്നേക്ക് 3 ദിവസം. 3 ദിവസം. ഇവർക്ക് ഇപ്പൊ ഈ ഇത്രയും ചെറിയ പ്രായത്തിൽ എന്ത് ഫുഡ് കണ്ടിന്യൂസ് ആയിട്ട് 15 ദിവസം RTM രാവിലെ വൈകിട്ട് നമ്മൾ 2 നേരം കൊടുക്കും. ഇവർ ഇത്രയും ചെറുതാണെങ്കിൽ അതിനെ കഴിക്കാനുള്ള ഉണ്ട്. അത്രയും ചെറിയ RTM കഴിക്കും. അതെ. ഇതൊക്കെ ഓരോ വെറൈറ്റി. ഇപ്പൊ നമ്മളിപ്പോ കണ്ടത് ഇത് ഫാൻസി. ഇനി നമുക്ക് ഇതിൽ വേറെ ഓരോ ഐറ്റംസ് കാണിച്ചു തരാം. ഇത് ഞാൻ പുതിയൊരു ബ്രീഡാണ്, തായ് ഫ്ലാഗ് എന്ന് പറയും. അത് നിങ്ങൾ തന്നെ ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ടായി? അല്ല, ഇത് നമ്മൾ തായ് ഫ്ലാഗ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ്. ഇത് ഇമ്പോർട്ട് ചെയ്താണ്. പുതിയതായിട്ട് ഇറക്കിയാണ്. ഇപ്പൊ ഇമ്പോർട്ട് ചെയ്ത സാധനം. ഇത് ഞാൻ ഏകദേശം ഒരു 1200 രൂപ കൊടുത്തിട്ടാണ് ഈ പെയർ വാങ്ങിച്ചത്. പെയർ അതെ 1200 രൂപ. ഇതിപ്പോൾ ആദ്യമായിട്ട് ഞാൻ ബ്രീഡ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും ആവുന്നത് നമുക്ക് നോക്കാം. അതെ. പിന്നെ നല്ല മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള പ്രോഡക്റ്റാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് വന്നിട്ട് ബിഗ് ഇയർ നേരത്തെ കണ്ടില്ല, ബിഗ് ഇയർ. അതെ. ഇപ്പം മെയിൽ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലായിരിക്കും, ആ ബബിൾ നെസ്റ്റിൻ്റെ അടിയിൽ പോയിരിക്കുകയാണ്. കാരണം നല്ല ആക്റ്റീവായ മെയിലുകൾ എപ്പോഴും ബബിൾ നെസ്റ്റിൻ്റെ അടിയിൽ പോയിട്ട് അങ്ങനെ നിൽക്കും. അത് ബ്രീഡിങ്ങിന് സജ്ജമായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മെയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഇല ഇട്ട് കഴിഞ്ഞാൽ അത്രയും തന്നെ അവരത് എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ. അല്ലെങ്കിലും ഇടും, ഒന്നും മേലെ ഇട്ടില്ലെങ്കിലും ഇടും. നാളെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇടുന്നത് മാത്രം. അപ്പോൾ ബബിൾ നെസ്റ്റിന്റെ താഴെ തന്നെ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിലൊക്കെ ഈ ഇലകളൊക്കെ എല്ലാ ദിവസവും മാറ്റില്ലല്ലോ? ഇല്ല, ഈ ഇല എല്ലാ ദിവസവും മാറ്റേണ്ട ആവശ്യമില്ല. അത് 15 ദിവസം. അതിൽ നമുക്ക് ബ്ലൂ, ഇത് വന്നിട്ട് ഫാൻസി. ഇത് നമ്മുടെ തന്നെ നേരത്തെ ഉണ്ടായ പോലെ ഒരു പെയറാണത്. എൻ്റെ തന്നെ ഉണ്ടായിരുന്ന ആദ്യം ചെയ്ത ഏതെങ്കിലും ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ചെയ്തുണ്ടായ ആ പെയറാണ്. ഓക്കെ, നമ്മളെ ഫൈറ്റർ ഫിഷിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ജിനേഷ് ചേട്ടൻ അത് നമുക്ക് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ കാണുക, വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് പറയാം. അപ്പോൾ കമൻ്റായിട്ട് നിങ്ങൾക്ക് പറയാം. ഞാൻ ജിനേഷ് ചേട്ടൻ്റെ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. പുള്ളിയെ നേരിട്ട് സന്ദർശിക്കാം. ആവശ്യമുള്ളവർക്ക് പുള്ളി മീനുകൾ എത്തിച്ചു തരും. എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പുള്ളിയെ നേരിട്ട് ചോദിക്കാം, നമുക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോകൾക്ക് ലൈക്കും കമൻറ്റും ഒക്കെ നൽകുക. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾക്കൊരു എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നമ്മളെല്ലാ വീഡിയോ എടുക്കുമ്പോഴും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ഇത്രയും കാര്യങ്ങൾ ഇത്രയും നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞതിന് ജിനേഷ് ചേട്ടന് ഒരു വലിയ നന്ദിയുണ്ട് നമ്മുടെ ഓർഗാനിക് കേരളത്തിൻ്റെ. കാരണം അത്രയും നല്ല രീതിയിലാണ് ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ എല്ലാവരും കാണാം, തുടർന്ന് സഹകരണം ഉണ്ടാവുക. അപ്പോൾ ജിനേഷ് ചേട്ടാ താങ്ക് യു. ഓക്കെ ശരി.